കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിക്കുന്ന നിഷയും മനോഹറുമായിട്ടുള്ള എൻഗേജ്മെന്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുവാണ്. നിഷയ്ക്കും മനോഹറിന് നല്ല സന്തോഷമായി. മനോഹർ ആണെങ്കിൽ ഇനി ഒരാളും കൂടെ തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയല്ലോ, സരയുവിനെ ഒഴിവാക്കേണ്ട സമയമായി. ആ ഒരു സന്തോഷത്തിലായിരുന്നു മനോഹർ. നിഷയ്ക്ക് പൂത്ത പൈസയുണ്ട്, ഇനി ഇവളിൽ നിന്ന് കുറച്ച് പൈസ കൂടെ അടിച്ചു മാറ്റാനായിട്ട് തുടങ്ങണം. അങ്ങനെ പതുക്കെ പതുക്കെ സരുവിനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, ആ ഒരു ചിന്തയായിരുന്നു മനോഹറിന്. പിന്നീട് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ നിഷയോടും അമ്മയോടും അച്ഛനോടും ഒക്കെ യാത്ര പറഞ്ഞ് മനോഹർ ഇറങ്ങുവാണ്. ഇനി കല്യാണത്തിന് അധികം ദിവസമില്ല, ആ ഒരു സന്തോഷത്തിലായിരുന്നു നിഷ ഉണ്ടായിരുന്നേ. അങ്ങനെ മനോഹർ പോയി കഴിഞ്ഞപ്പം നിഷയുടെ അരിയിലേക്ക് നിഷയുടെ അമ്മ ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, അവള് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇവിടെ ആര്? ആ മേഘനെ. അവളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ആ എൻഗേജ്മെന്റ് കൃത്യസമയത്ത് തന്നെ അവൾ എത്തി. ആ മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് തന്നെ മോളുടെ എൻഗേജ്മെന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള വരവായിരുന്നു. അവളുടെ കൂടെ മറ്റോളും ഉണ്ടായിരുന്നു, അവളെ ആ സംരക്ഷിക്കുന്നവളുണ്ടല്ലോ, ആ കല്യാണി. അല്ല, അവർ രണ്ടുപേരും കൂടെ എന്തിനാ അമ്മയെ വന്നേന്ന് ചോദിക്കാം. എന്തിനാന്നും അറിയത്തില്ല, ഇങ്ങോട്ട് കയറി വണ്ണെന്ന് പറഞ്ഞ് കിടന്ന് വാശി പിടിച്ചു. ഞാൻ രണ്ടാത്തിനെ ഓടിച്ചു വിട്ടു. ഒരു പക്ഷേങ്കിൽ ആ സമയത്ത് എങ്ങാനും ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നേ എല്ലാം കുളമായേനം. കാരണം റോണിമോൻ എങ്ങാനും കണ്ടായിരുന്നെങ്കിൽ ആ പടെ പ്രശ്നമായേനം. എനിക്കാണ് ആകെപ്പാടെ സമാധാനക്കേടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ സമയത്ത് പറഞ്ഞേ അത് പിരിവുകാരാന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു ഒഴിവാക്കി വിടുക ചെയ്തതെന്ന് പറയാം. അല്ല, അച്ഛനോട് പറഞ്ഞു എന്ന് ചോദിക്കാം അമ്മ. ഇത് ഞാൻ പറഞ്ഞില്ല എന്ന് പറയാം. തൽക്കാലത്തിന് അച്ഛനോട് പറയണ്ട. ചിലപ്പോൾ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോട് ചിലപ്പോൾ ഒരു സിമ്പതിയൊക്കെ തോന്നും. ചിലപ്പോൾ കല്യാണത്തിന് അവളെ വിളിച്ചാലോ. ഈ സമയം മേഘനയുടെ അമ്മ പറഞ്ഞു, പിന്നെ എൻ്റെ നിഷയുടെ അമ്മ പറഞ്ഞു, പിന്നെ അവളിങ്ങ് വന്നാലും മതി, അവളെ വിളിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. ഒരു കാരണവശാലും അവളെ അടിച്ച് വീടിനകത്ത് കയറ്റത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ മോളുടെ കല്യാണത്തിന് ശേഷം മോളുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാനായിട്ട് അച്ഛനോട് പറയണം. എങ്കിൽ മാത്രം എനിക്ക് സമാധാനമുള്ളൂ. അല്ലെങ്കിൽ അവളും അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞും കൂടെ മിക്കവാറും ഇവിടെ കയറി അങ്ങ് പൊറുതി തുടങ്ങുമെന്ന് പറയാണ്. പിന്നീട് മനോഹർ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ സരു ആകെപ്പാടെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സരുവിൻ്റെ മുഖം കണ്ടപ്പോൾ മനോഹർ ചോദിച്ചു, എന്താ മോളും നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ടല്ലോ എന്ന് ചോദിക്കാം. മനോഹറിന് ടെൻഷൻ. ഇനിയിപ്പോൾ താനും അവളുമായിട്ടുള്ള എൻഗേജ്മെന്റ് നടന്ന കാര്യം ഇങ്ങനെ അറിഞ്ഞോ, അങ്ങനെ എന്തേലും ആയിരുന്നു. അമ്മ വന്നിട്ട് പോയെന്നാണ്. അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നി. എന്ത് പറ്റുമ്പോഴും എന്താ മാറ്റം എന്ന് ചോദിക്കാം. എന്താണെന്ന് അറിയത്തില്ല, അമ്മയ്ക്ക് എന്തോ ഒരു ഭയമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അമ്മയാണെങ്കിൽ അച്ഛനടുത്തേക്ക് പോകാനായിട്ട് വന്നാ. പക്ഷേങ്കിൽ അമ്മ പോകുന്ന സമയത്ത് എന്നോട് കഥ കളിച്ച് കുറ്റിയിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട്. അമ്മ ആരും എന്തിനോ ഭയക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അല്ല, അമ്മ അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ? എന്നോട് ചോദിച്ചാൽ താരേന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്നായിരുന്നു എന്ന്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അവരിനി വന്ന ഈ വീട്ടിൽ കയറ്റില്ലെന്നൊക്കെ പറഞ്ഞു. അത് പറയുമ്പോഴും അമ്മയുടെ കണ്ണുകൾ ഞാനൊരു ഭയം കണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹറിന് ഒരു കാര്യം ഉറപ്പായി. ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കാണും ഇവളുടെ അമ്മ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. ഒരു പക്ഷെ ഇവള് അവരുടെ മകളല്ലെന്ന് അറിഞ്ഞു കാണുമോ? അതൊക്കെ അറിഞ്ഞിട്ടാണ് താരേന്ന് പറയുന്ന ആ സ്ത്രീനെ ഭയപ്പെടുന്നത്. ഒരു പക്ഷെ അങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ. രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനക്കിന്റെ ചതിയൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും അവര്. അതുകൊണ്ടാണ് ഒരു പക്ഷെ ഇനി തല തല്ലിപ്പൊളിച്ചേ. ഈ സമയം മനോഹറിന് ചിന്ത കണ്ടപ്പം സരി ചോദിച്ചു, എന്താ മനുവേട്ട ആലോചിക്കണേന്ന് ചോദിക്കും. ഒന്നുമില്ല മോളെ, ഒരു പക്ഷേ ചിലപ്പോൾ നിന്റെ അച്ഛന്റെ അവസ്ഥ ഓർത്തിട്ടായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു പറയാം. എനിക്കിപ്പോൾ ആകെപ്പാടെ ടെൻഷനാണ് മനുവേട്ട. എന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് കൊണ്ടായാൽ മതി, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അമ്മ ഇന്നും അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞേ, എത്രയും പെട്ടെന്ന് പോകണമെന്ന്. അമ്മേനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ അമ്മേനെ കൂടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു താല്പര്യം തോന്നുന്നില്ല. അറിയാലോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നമ്മൾ രണ്ടുപേരും തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. മനോഹർ പറഞ്ഞു, കുറച്ച് ദിവസം കൂടെ നീ വെയിറ്റ് ചെയ്യുമ്പോളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് ടിക്കറ്റോ ബുക്ക് ചെയ്യാം. പിന്നെ ഒരു കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കൂടെ പോകണമെന്ന മോളുവിൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് കല്യാണി വീട്ടിലേക്ക് വരുവാണ്. കല്യാണി വീട്ടിലേക്ക് വന്ന് കിരണും ആ സമയത്ത് വന്നു. കിരണിനോട് പിന്നെ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ മേഘനയുടെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു, അല്ല അങ്ങോട്ട് ചെന്ന് അവളോട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് കൊണ്ട് ഇറങ്ങിപ്പോരായിരുന്നു മേലായിരുന്നു ചോദിക്കാം. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മേഘന സമ്മതിച്ചില്ല. അവള് വളരെ പ്രതീക്ഷയോട് കൂടിയാ ചെന്നേ. അനിയത്തിയുടെ എൻഗേജ്മെന്റ് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ ചെയ്യുന്നത്. പക്ഷെ ആ വീട്ടിൽ കയറ്റാൻ പോലും അവളുടെ രണ്ടാനമ്മ സമ്മതിച്ചില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് ഇതിനെതിരെ കേസ് കൊടുക്കുക ചെയ്യണ്ടേ. മേഘനയ്ക്ക് അധികാരമുണ്ട്, അവകാശം ഇപ്പോഴും ആ വീട്ടിലുണ്ട്. അവളുടെ അച്ഛനുണ്ടല്ലോ, അതുകൊണ്ട് അവൾക്ക് ധൈര്യമായിട്ട് കയറിച്ചില്ല, അവളുടെ അവകാശം ചോദിക്കുകയും ചെയ്യാം. ഞാനിത് മേഘനയോട് പറഞ്ഞ നമുക്ക് വേണേ കേസ് കൊടുക്കാന്നൊക്കെ. പക്ഷെ എന്തോ അവൾക്ക് അതിനധികം താല്പര്യമില്ല. അവള് പറഞ്ഞു അതിനൊന്നും പോകണ്ടെന്നാ പറയണേ. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് കാർത്തിക കമ്പനിയിലേക്ക് വന്നു. പിന്നീട് വലിയ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിയുമ്പോൾ കിരൺ പറഞ്ഞു, കൊള്ളാലോ, പക്ഷേ
നമ്മൾ ഇതിലായിട്ടും ആ സ്ഥലം പോയി കണ്ടിട്ടില്ല. ഒരു ദിവസം ഒന്ന് പോയി കാണണം. കാരണം വർക്ക് അധികം വൈകാതെ തന്നെ തീർത്തു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല കൂടുതൽ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ടെന്ന് പറയാം. അത്രയും എമൗണ്ട് ഒക്കെ തരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പൊ കിരൺ പറഞ്ഞു, നിനക്കറിയോ ആളെ അറിയാമെന്ന് ചോദിക്കണം. ആളാരെന്നും അറിയത്തില്ല, പക്ഷെ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടായിരുന്നു. പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ കിരണിനോട് പറയണം. ശരി, നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയെന്ന് സൈറ്റൊക്കെ നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറയാണ്. ഈ സമയം പ്രകാശനും കാർത്തികയും കൂടെ പോവായിരുന്നു. അപ്പം പ്രകാശനാണ് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരിക്കണേ. കാർത്തിയോട് മിണ്ടാൻ തന്നെ ഭയം. അല്ലെങ്കിൽ തന്നെ കാറിൽ കയറുന്ന സമയത്ത് അസ്വാഭാവികമായ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പ്രകാശന് ആദ്യമായിട്ട് കയറുന്ന ജോലിയാണല്ലോ എന്ന് ഓർത്ത് കാറിലേക്ക് ഒന്ന് തൊട്ട് തൊഴുതു. പിന്നീട് കാർത്തികയുടെ കൈ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. കയ്യിലൊന്ന് തൊട്ട് തൊഴാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എങ്കിൽ എന്ത് ചെയ്യാണ്, കാർത്തിക കൈ കൊടുത്തില്ല. പകരം പറഞ്ഞു, എനിക്ക് ഈ ആണുങ്ങളൊന്നും ദേഹത്ത് തൊടുന്ന ഇഷ്ടമില്ല, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് പ്രകാശനെ ഒന്ന് അടിച്ചിരുത്തുകയായി. സോറി കേട്ടോ, ഒന്ന് കരണ്ട് പോയതാട്ടോ. ഇടയ്ക്ക് മഴയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകെട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതാണ് ലൈറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പൊ അങ്ങനെ കാർത്തിക പറഞ്ഞപ്പോ പ്രകാശൻ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറെ സമയം കാർത്തിക ഒന്നും മിണ്ടിയില്ല. പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് കാർത്തിക പ്രകാശനോട് ചോദിച്ചു, അല്ല പ്രകാശന്റെ നാട് ഇവിടെ തന്നെയാണെന്ന് ചോദിക്കണം. അതെ മാഡം, ഞാൻ ഇവിടെ തന്നെയാന്ന് പറയണം. പ്രകാശൻ എനിക്ക് മുമ്പ് കണ്ട് എങ്ങോ ഒരു പരിചയമുള്ളത് തോന്നുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലെന്ന് പറയാണ്. അല്ല അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ഞാൻ ഇവിടെ വിട്ട് അധികം യാത്രയും ചെയ്തിട്ടില്ലെന്ന് പറയാം. പക്ഷെ എനിക്ക് എന്തോ മുൻപ് നല്ല പരിചയമുള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയാം. പെട്ടെന്ന് പ്രകാശം എവിടെ വെച്ചാ മാഡം കണ്ടുള്ളതായിട്ട്? അല്ല പ്രകാശം ചെന്നൈക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ? അതോ ഇനിയിപ്പോ ചെന്നൈ വല്ല ബന്ധുക്കാരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് പ്രകാശം പറഞ്ഞേ, ചെന്നൈയിൽ ഞാൻ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. പിന്നെ ഒന്ന് രണ്ടു വട്ടമൊക്കെ വന്നിട്ടുണ്ട്. അതെന്റെ ഭാര്യയോടും മക്കളോടും അമ്മയോടും ഒക്കെ. അവിടെ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. അത് മാത്രമല്ല, അല്ലാതെ ചെന്നൈയായിട്ട് യാതൊരു ബന്ധമില്ലേ പ്രകാശനെന്ന് ചോദിക്കണം. എനിക്കങ്ങനെ വല്ല ബന്ധമൊന്നും ഇല്ലെന്ന് പറയണം. ഈ സമയത്ത് കാർത്തിക ചില കാര്യങ്ങളൊക്കെ കാർത്തികയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു അച്ഛനും അമ്മയും കൂടെ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നു. പിന്നീട് അവര് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു ഒക്കെ. അങ്ങനെ അവരൊക്കെ അവരുടെ മുഖങ്ങളൊക്കെ കാർത്തികയുടെ മനസ്സിൽ കൂടെ കടന്നു പോവാണ്. അപ്പൊ ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നീട് ഒരു വയ്യാത്ത അമ്മേനെ കൊണ്ടുവന്ന് രണ്ടുപേര് കൊണ്ടുവന്ന് ഒരു കസാരയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അത് പക്ഷെ അവിടെ കണ്ടിട്ട് ചെന്നൈയാന്ന് തോന്നുന്നു, ഒരു തമിഴ്നാട് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷേങ്കില് പ്രകാശിനും ചെന്നൈയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കാർത്തിക അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നേ. പ്രകാശിനെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച പ്രകാശിന് ജോലി കൊടുക്കണമെങ്കിൽ അതിന് പിന്നിലൊരു ഉദ്ദേശ ലക്ഷ്യം കാണും. പ്രകാശിനെ തകർക്കാനായിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെയായിരിക്കും. ഒരു പക്ഷെ പ്രകാശിന്റെ മകളാണോ ഇനി കാർത്തിക എന്നും പറയാൻ പറ്റില്ല. കാർത്തികനെ ഉപേക്ഷിച്ചിട്ട് ഇനി ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ചേക്കേറിയതാണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഒരു കാര്യം ഉറപ്പാ, പ്രകാശിന്റെ തകർച്ച കാണാനായിട്ട് വന്നവളാണ് കാർത്തിക. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്താന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിന്റെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോ അറിയാം അവർ തമ്മിലുള്ള ബന്ധം എന്താന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.